നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മന്ത്രി വീണ ജോർജ് അതീവ ഗുരുതരമായി KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിൽ പരിക്കേറ്റ് ഇന്നലെ രാത്രിയോടുകൂടി പത്തനംതിട്ടയിലെ മന്ത്രിയുടെ വീട്ടിലെത്തി ഇപ്പോൾ അവിടെ വിശ്രമത്തിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. തലേ ദിവസം വരെ അത്രയും ഗുരുതരമായിട്ടായിരുന്നു മന്ത്രിയുടെ അവസ്ഥ എന്നായിരുന്നു പല നേതാക്കളും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും അത് അവിടെ നിൽക്കട്ടെ, അതിലേക്ക് വരാം. അതിനു മുൻപ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഗർഭ ശസ്ത്രക്രിയക്കിടെ മലാശയം അവിടെ മുറിവേറ്റിട്ട് ഒരു യുവതി വളരെ നാളുകളായിട്ട് കഠിനമായിട്ടുള്ള വേദനയും പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ കണ്ണീരോടുകൂടി അവർ മാധ്യമ പ്രവർത്തകർക്ക് മുൻപിൽ പറഞ്ഞത് നമ്മൾ ഓർക്കണം. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇത് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും ഒരു തരത്തിലും അവസാനിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ചില അനാസ്ഥകൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു യുവതി കൂടി രംഗത്ത് വരികയാണ്. അത് ജില്ലാ ആശുപത്രിയിൽ തനിക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ, ഗുരുതരമായിട്ടുള്ള അനാസ്ഥയുടെ വേദന അവരും അനുഭവിച്ചത് മാസങ്ങളോളമാണ്. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണവുമായിട്ടാണ് യുവതി രംഗത്ത് വരുന്നത്. കുന്നുംപറമ്പ് സ്വദേശിനി സുജയാണ് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ ആരോപണം ഉയർത്തിയിരിക്കുന്നത്. അതായത് ഗർഭാശയ മുഴ നീക്കം ചെയ്യുന്നതിനിടെയാണ് സുജയുടെ മൂത്രനാളിയിൽ മുറിവേറ്റത്. അബദ്ധം പറ്റിയാണ് ഇത്തരത്തിൽ മുറിവേറ്റിയതെന്ന് ഡോക്ടർ ബന്ധുക്കളെ അറിയിച്ചെന്നും സുജ പറഞ്ഞു. അതായത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഓപ്പറേഷനായിരുന്നു. ഗർഭാശയ മുഴ നീക്കം ചെയ്യുന്നതിനിടെയാണ് യുവതിയുടെ മൂത്രനാളിയിലും ഇത്തരത്തിൽ ഡോക്ടറുടെ അശ്രദ്ധ മൂലം അവിടെ മുറിവ് പറ്റുന്നത്. ഉടൻ തന്നെ തൊട്ടടുത്ത സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ചാണ് അവിടെ വെച്ചാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെന്നാണ് സുജ പറയുന്നത്. 20 ദിവസത്തിലേറെ നീണ്ട സ്വകാര്യ ആശുപത്രിവാസം കഴിഞ്ഞാണ് സുജ കഴിഞ്ഞ ദിവസം വീട്ടിൽ തിരിച്ചെത്തിയത്. അവിടെ സാധാരണക്കാരായിട്ടുള്ള ഒരു കുടുംബമാണ്. സ്വകാര്യ ആശുപത്രി ബില്ലിന്റെ പകുതി സർക്കാർ ഡോക്ടർ അടച്ചു എന്നാണ് യുവതി പറയുന്നത്. അതായത് ഈ ഡോക്ടറുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ള അശ്രദ്ധയാണ് എന്നുള്ളത് ആ ഡോക്ടർ തന്നെ സമ്മതിച്ചു. അതുകൊണ്ടായിരിക്കാം അവിടെയുള്ള ബിൽ തുക പകുതിയോളം ആ ഡോക്ടർ അടച്ചു. അതുകൊണ്ട് തന്നെ പരാതിയുമായി മുന്നോട്ട് പോകാനില്ലെന്നാണ് സുജ പ്രതികരിച്ചത്. പക്ഷേ ഇത്തരത്തിൽ നമ്മുടെ ആശുപത്രികളിൽ നടക്കുന്ന സംഭവങ്ങൾ അത് ആളുകളിലേക്ക് എത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഇപ്പോൾ അവർ ഈ ഒരു വിഷയം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏഷ്യാനെറ്റ് ന്യൂസിലോടാണ് അവരത് പ്രതികരിച്ചിട്ടുള്ളത്. ഡോക്ടർ വീഴ്ച സമ്മതിച്ച സാഹചര്യത്തിലാണ് മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള പരാതിയുമായി മുൻപോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് അവർ കൂട്ടിച്ചേർത്തത്. തീർച്ചയായിട്ടും ആ ഡോക്ടർക്ക് അത്രയെങ്കിലും ഒരു കാരുണ്യം തോന്നിയത് നന്നായി. കാരണം കുറച്ച് ദിവസം ഇന്നൊക്കെ സ്വകാര്യ ആശുപത്രികളിലെ പല ആശുപത്രികളിലും വലിയ തുകയാണ് ഈടാക്കുന്നത്. ഒരുപക്ഷെ അതൊന്നും താങ്ങാൻ സാധിക്കാത്ത സാധാരണ കുടുംബമായിരിക്കാം. പക്ഷേ ഇവിടെ ആ ഡോക്ടർ പകുതിയോളം തുക അടച്ചവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും എന്താണ് നമ്മുടെ ഇത്തരത്തിലുള്ള നമ്മുടെ ആശുപത്രികൾ, ഗവൺമെന്റ് ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ, ഗുരുതരമായിട്ടുള്ള അനാസ്ഥകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ ഈ യുവതിക്ക് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ അന്ന് പോകാൻ സാധിക്കാത്ത അത്രയും ബുദ്ധിമുട്ടുകളാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടും ഈ യുവതിയും എത്ര കാലം ഈ ഒരു വേദന സഹിക്കേണ്ടി വരും? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനെതിരെ അധികൃതർ കൃത്യമായിട്ടുള്ള നടപടി തന്നെ എടുക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജിന് നേരെ കരിങ്കൊടി പ്രതിഷേധവുമായി KSU പ്രവർത്തകർ മന്ത്രിയുടെ അടുത്തുപോലും എത്തിയിട്ടില്ല. അപ്പോഴേക്കും മന്ത്രിക്ക് കഴുത്തിന് പരിക്കേറ്റു. മന്ത്രിയെ അവിടെ നിന്നും പിന്നീട് അങ്ങോട്ട് കൊണ്ടുപോയതും മന്ത്രിക്ക് ലഭിച്ച പരിഗണനയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരു കഴുത്ത് ഉളുക്കി പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ICUലൊക്കെയുള്ള ഒരു പരിചരണം ലഭിക്കുമോ എന്നുള്ളത് സംശയമാണ്. കാരണം അവിടെ ICUവിലടക്കം ആദ്യം ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, അവിടുന്ന് പിന്നെ വീണ്ടും വിദഗ്ധ ചികിത്സയ്ക്ക് മറ്റൊരു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അവിടെയും മെഡിക്കൽ യൂണിറ്റ് ഒക്കെ ചേരുന്നു. പല വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരായിരുന്നു മന്ത്രിയെ പരിശോധിച്ചിരുന്നത്. തീർച്ചയായിട്ടും മന്ത്രിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് ആശുപത്രിയിൽ നിന്ന് വരുന്ന ബുള്ളറ്റിൻ പ്രകാരമൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഒരു നവജാത ശിശു മരിച്ച സംഭവത്തിൽ സസ്പെൻഷനിലായ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ഗുരുതര ആരോപണവുമായിട്ട് നെടുമങ്ങാട് സ്വദേശിയായ ഹസ്ന ഫാത്തിമ തന്നെ രംഗത്ത് വന്നത്. അന്നും മലാശയം മുറിഞ്ഞതിനെ തുടർന്ന് 5 ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു ഈ യുവതിക്ക്. മലാശയം ഏകദേശം 2.7 സെന്റിമീറ്ററാണ് മുറിഞ്ഞ് വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലായത്. യാത്ര ചെയ്തതിനാലാണ് മുറിവുണ്ടായതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒടുവിൽ ഗുരുതരാവസ്ഥയിലായപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അവിടെ മാത്രം 6 ലക്ഷം രൂപയാണ് ചിലവായത്.
ചികിത്സയ്ക്കായി ഭർത്താവിന്റെ ഓട്ടോറിക്ഷയും വിൽക്കേണ്ടി വന്നു. ലോൺ എടുത്തു. ശരീരത്തിന് പുറത്ത് പിടിപ്പിച്ച ബാഗിലൂടെയാണ് ഇപ്പോൾ മലവിസർജനം അടക്കം നടത്തുന്നത്. കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും കഴിയില്ല. നൂലുകെട്ടും കാണാനായില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് യുവതിയും പ്രതികരിച്ചത്. ഒരു ചെറിയ അശ്രദ്ധയാണ് ജീവിതകാലം മുഴുവൻ ഒരു മനുഷ്യരുടെ ജീവിതം വളരെ ദുരിതത്തിലാക്കുന്നത്. പലപ്പോഴും ഈ പറയുന്നത് പോലെ ആരോഗ്യപരമായിട്ടുള്ള പല വീഴ്ചകളും അതിനുശേഷം ഉണ്ടാകുന്ന പല വേദനകളും സഹിച്ച് നിരവധി ആളുകളാണ് ഉള്ളത്. ഇതിൽ പലരും പല കാര്യങ്ങളും പുറത്ത് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കട്ടെ. കാരണം നമ്മളെല്ലാം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കെല്ലാം തന്നെ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ആദ്യം എല്ലാവരും ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ്. പക്ഷേ അതേ സർക്കാർ ആശുപത്രികളിൽ നിന്നാണ് ഇന്ന് പലതരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതേസമയം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ വീട്ടിൽ റെസ്റ്റിലാണ്. മന്ത്രിയുടെ തിങ്കളാഴ്ച വരെയുള്ള എല്ലാ പരിപാടികളും ഔദ്യോഗിക പരിപാടികളെല്ലാം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ കേസെടുത്തതിൽ വിശദീകരണവുമായിട്ട് DGP റവാഡ ചന്ദ്രശേഖർ ഇന്ന് രംഗത്ത് വന്നിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധിച്ച KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തത്. അന്വേഷണത്തിലാണ് ഏതൊക്കെ വകുപ്പുകൾ നിലനിൽക്കുമെന്ന കാര്യം വ്യക്തമാവുക. വിശദമായ പരിശോധനയും അന്വേഷണവും ഉണ്ടാകും. ആദ്യഘട്ടത്തിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വധശ്രമത്തിന് കേസെടുത്തത്. വിശദമായ അന്വേഷണത്തിലൂടെ വകുപ്പുകൾ ഉൾപ്പെടെ വ്യക്തത വരുത്തും. മന്ത്രിക്കെതിരായ ആക്രമണത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും DGP പറഞ്ഞു. അതേസമയം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ മാർച്ച് 2-ാം തീയതി വരെയുള്ള പരിപാടികൾ മാറ്റിവെച്ചതായിട്ട് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മന്ത്രിയെ മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശാനുസരണം ഡിസ്ചാർജ് ചെയ്തിരുന്നു. 4 ദിവസം പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്നുകൾ തുടരുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഫോളോ അപ്പ് ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിലെ വീട്ടിലാണ് മന്ത്രി വിശ്രമത്തിലുള്ളതെന്നും ഓഫീസ് അറിയിച്ചു. കണ്ണൂർ പരിയാരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പുലർച്ചെ പുറപ്പെട്ട ആരോഗ്യമന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നില്ല. പരിയാരത്ത് നിന്ന് തുടർ ചികിത്സയ്ക്ക് റഫർ ചെയ്തതും തിരുവനന്തപുരത്തേക്കായിരുന്നു. ഇതോടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എവിടെയെന്ന ചോദ്യവുമായി KSU അടക്കം രംഗത്ത് വന്നിരുന്നു. യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത വിധം ഗുരുതരമായ പരിക്കുണ്ടെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങിയത്. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരിഹാസം. ഇടയ്ക്ക് പത്തനംതിട്ട വീട്ടിലേക്ക് പോകുമെന്നും കോട്ടയത്ത് ഏതോ സ്വകാര്യ ആയുർവേദ ഒഴിച്ചിൽ കേന്ദ്രത്തിലേക്ക് പോകുമെന്നും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ എവിടെയും മന്ത്രി എത്തിയതായി ഒരു വിവരവും ഇതുവരെ ഇല്ലെന്നാണ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമാസ് പരിഹസിച്ചത്. മന്ത്രിയുടെ ഓഫീസിനും പാർട്ടിക്കും മറുപടി ഉണ്ടോ എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു.